ഹായ്, വെൽക്കം ബാക്ക് ടു അജീസ് ക്രിയേഷൻ. ഇന്നത്തെ വിഷയം കാനിയാണ്. അരിസോണയിലെ സവിശേഷമായ 6 മലയിടുക്കുകൾ ചേർന്നതാണ് ഇത്. വീഡിയോ കണ്ടു നോക്കാം. 1983 തുറന്നുകൊടുത്ത കാനിയൻ പടർന്നു കിടക്കുന്നു. അരിസോണയിലെ ലച്ചയുടെ കിഴക്ക് നവാജ ഭൂമിയിൽ അമേരിക്കയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു സ്ലോട്ട് മലയിടുക്കാണ് നവാജ അപ്പർ ആൻഡ് ലോവർ കാനിയൻ. ഈ മലനിരപ്പിന് തിരമാല പോലുള്ള ഒരു ഘടനയുണ്ട്. ഇത് അതിന് സവിശേഷമായ ഒരു രൂപവും നൽകുന്നു. ഒപ്പം മലയിടുക്കിന്റെ ആകർഷണ കിരണങ്ങൾക്കൊപ്പം ഈ ഘടന കൂടി ചേരുമ്പോൾ ആകർഷകം മാത്രമല്ല, അതിശയവും ഉളവാക്കുന്ന ഒരു കാഴ്ചയാണിത്. ഭൂമിയിലെ ഏതൊരു കലാകാരനും ഒപ്പിയെടുക്കാൻ സാധിക്കാത്ത ഒരു കലാസൃഷ്ടി. തെക്ക് പടിഞ്ഞാറൻ യുണൈറ്റഡ് സ്റ്റേറ്റിൽ ഏറ്റവും അധികം ഫോട്ടോഗ്രാഫി ചെയ്ത ഒരു മലയിടുക്കാണിത്. 6 മലയിടുക്കുകൾ ചേരുന്നതാണ് ഈ ദൃശ്യവിരുന്ന്. അപ്പർ ആൻഡ് ലോവർ കാനിയൻ. അതിനെ ക്രാക്ക് എന്നും വിളിക്കും. റാറ്റിൽ സ്നേക്ക് കാനിയൻ, ഔൾ കാനിയൻ, മൗണ്ടൻ ഷീപ്പ് കാനിയൻ, കാനിയൻ X4. അതിനെ ക്രോക്സ് ക്രൂ എന്നും വിളിക്കും. ലോവർ ആൻഡ് അപ്പർ കാനിയൻ. അങ്ങനെ 6 മലയിടുക്കുകൾ. പല സ്ലോട്ട് കാനിയൻസ് ഉണ്ടായിരിക്കുന്നത് സാൻഡ് സ്റ്റോണും ലൈം സ്റ്റോൺ റോക്സും ചേർന്നതാണ്. റെയിൻബോ ബ്രിഡ്ജ് എന്ന ദേശീയ സ്മാരകത്തിലേക്കുള്ള കാൽനട യാത്രയ്ക്കൊപ്പം തടാകം നവാജ ട്രൈബൽ പാർക്കിന്റെ പ്രധാന ഒരു ആകർഷകമാണ്. നവാജ എന്നറിയപ്പെടുന്ന കാനിയൻ ഉണ്ടായത് നൂറുകണക്കിന് വർഷങ്ങൾ ജലം സാൻഡ്സ്റ്റോണിൽ കൂടി ഒഴുകി ഉണ്ടായതാണ്. അപ്പർ പാർട്ടിന് ഏകദേശം 4000 അടി ഉയരത്തിലാണ്. അതിൻ്റെ ഭിത്തികൾ ജലനിരപ്പിന് 120 അടി മുകളിലാണ്. ഇതിൻ്റെ സൗന്ദര്യം പൂർണ്ണമായും ആസ്വദിക്കാൻ മുകളിൽ കയറി കാണേണ്ടതുണ്ട്. നിങ്ങൾ എല്ലാവരും പ്രകൃതിയുടെ വളരെ പ്രത്യേകതയുള്ള ഈ കലാസൃഷ്ടി, ദൈവത്തിൻ്റെ പ്രത്യേക കലാവിരുത് കണ്ടാസ്വദിച്ചു എന്ന് കരുതട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കഴിയുന്നതും ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക. ഈ ചെറിയ കലാകാരിയെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.